മലമ്പുഴ ഡാമിനോട് ചേർന്ന് നിർമ്മാണം ആരംഭിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കില്ലെന്ന എ പ്രഭാകരൻ എം.എൽ.എ. വിദഗ്ധരുടെ പരിശോധനകൾ പൂർത്തിയാക്കിയാണ് മാലിന്യ പ്ലാന്റ് നിർമ്മിക്കാൻ തീരുമാനിച്ചതെന്നും എം.എൽ.എ. പറഞ്ഞു. പദ്ധതി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബി.ജെ.പിയും കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് പദ്ധതിക്കായി പാലക്കാട് മലമ്പുഴ ഡാമിനോട് ചേർന്നുള്ള പ്രദേശത്തെ 33.5 ഏക്കർ ഭൂമിയാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്. ഇതിന്റെ നടപടികൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൂർത്തിയാക്കി. ആധുനിക സംവിധാനത്തോടു കൂടിയാണ് മാലിന്യ പ്ലാന്റ് നിർമ്മിക്കുന്നത്. സാമൂഹിക ആഘാത പഠനം നടത്താതെയാണ് സംസ്ഥാന സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതെന്ന ആരോപണവുമായി കോൺഗ്രസും ബി.ജെ.പിയും രംഗത്തെത്തിയിരുന്നു. എന്നാൽ അത്തരത്തിൽ യാതൊരുവിധ പ്രശ്നവും പദ്ധതിയുമായി ഇല്ല എന്ന് എ പ്രഭാകരൻ എം.എൽ.എ. പറഞ്ഞു. ഇത് ആധുനികമായ സംവിധാനങ്ങളോടുകൂടി സംസ്കരിക്കാനുള്ള ഒരു പുതിയ പ്ലാന്റ് വരുമ്പോൾ അതിനെതിരായിട്ട് ചില പരിസ്ഥിതിക്കാരും ചിലവരൊക്കെ പറയാണ്. നടത്തി അവർ വന്ന സ്ഥലം നോക്കി ഇന്നതൊക്കെയാണ് സംഭവിക്കുക എന്ന് ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൊണ്ട് കളക്ടറിൻ്റെ സാന്നിധ്യത്തിൽ എന്നെ ഇരുത്തിയിട്ട് ഈ ക്ലാസ് അവിടെ എടുത്തു. അതുപോലെ എൻ്റെ ആവശ്യം മാനിച്ചുകൊണ്ട് ഈ ദിവ്യാസ് അയ്യർ മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ അവിടുത്തെ ജനപ്രതിനിധികളെ വിളിച്ച് കാണിച്ചു. മഴ പെയ്താൽ മാലിന്യ പ്ലാന്റിൽ നിന്നും വെള്ളമൊഴുകി മലമ്പുഴ ഡാമിൽ എത്തില്ലെന്നും എം.എൽ.എ. കൂട്ടിച്ചേർത്തു. പ്ലേ ഗ്രൗണ്ട്, ക്വാർട്ടേഴ്സ് എന്നീ സൗകര്യങ്ങളോടെയാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത്. കൈരളി ന്യൂസ്, പാലക്കാട്.